എല്ലാവർക്കും എജുലൈറ്റ് PSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ആയി നടന്ന ഒരു 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കാറ്റഗറി നമ്പർ 134/2023, അതേപോലെ 259/2023, 446/23, അങ്ങനെ കുറച്ച് 10th ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമുകളിലേക്ക് നടന്ന ഒരു 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് അങ്ങ് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നന്നായി ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ആദ്യത്തെ വായനയിൽ തന്നെ നേരിട്ട് കറപ്പിക്കാതെ 2-3 തവണ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഓപ്ഷൻസ്: എ, രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകൾ പരാമർശിക്കുന്നു. ബി, ഗോത്രമേഖലകളിലെ ഭരണ സംവിധാനങ്ങളെ പരാമർശിക്കുന്നു. സി, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഡി, ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരാമർശിക്കുന്നു. അപ്പൊ ഏതാണ് ആൻസർ ആയി വരിക? ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിൽ ഉള്ളതാണ് കേട്ടോ ചോദിക്കുന്നത്. ഏതാണ് വരിക? ആൻസർ സി ആണ് വരിക അല്ലെ. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പം 3 കോഡ് പോലെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ABCD എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന്, കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വ്യോമസേനയുടെ ഓഡിറ്റി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം, ലാസ്റ്റത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. എന്താണ് ആൻസർ വരിക? എല്ലാം ശരിയാണ് അല്ലേ. അപ്പം ഡി ആണ് ആൻസർ ആയി വരിക. എല്ലാം ശരിയാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. അപ്പം കറക്റ്റ് ജോഡി ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം തന്നിട്ടുള്ളത് കേരള നടനം, യക്ഷഗാനം, ചവിട്ടുനാടകം, കൂടിയാട്ടം. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്നത്തമ്പി പിള്ള, ഗുരു ഗോപിനാഥ്, ഗുരുമണി മാധവ ചാക്യാർ, പാർത്തി സുബ്ബ. അപ്പൊ ഇതിന് ഏതാണ് കറക്റ്റ് ജോഡിയെ വരിക? നോക്കി, കേരള നടനം ആരാണ്? ഗുരു ഗോപിനാഥ് അല്ലെ. അതേപോലെ തന്നെ യക്ഷഗാനം ആരാണ്? പാർത്തി സുബ്ബ. ഇനി ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ള. കൂടിയാട്ടം ആരാണ്? ഗുരുമണി മാധവ ചാക്യാർ. അപ്പൊ ഏതാണ് വരിക? എ ആണ് അല്ലെ. ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? എ, സങ്കീർണമായ ഓർഗാനിക് പോളിമറുടെ ഒരു വിഭാഗമാണിത്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. സി, ലോഹ നിർമ്മാണത്തിലെ പ്രധാന ധാതു വിഭാഗമാണിത്. ഡി, വളരെ മൃദുവായതും തവിട്ടു നിറത്തിലുള്ളതുമായ അവസാദ ശിലയാണിത്. ആൻസർ ഏതാണ് വരിക? ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ബി അല്ലേ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? എ, വ്യോമാതിർത്തി, ജലാതിർത്തി. ബി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. സി, ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. ഡി, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ.
നടത്തുന്ന ഫ്രീ സോണുകൾ. ഏതാണ് ആൻസർ ആയി വരിക? ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ നഗരം അല്ലെ? സാഹിത്യ നഗരമുള്ള പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോടാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം, ബി ദേശീയ സാക്ഷരതാ മിഷന്റെ ശാക്തീകരണ യജ്ഞം, സി ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി, ഡി സർവശിക്ഷ കേരള പദ്ധതി പ്രകാരം നടത്തിവരുന്ന പരിപാടി. ഏതാണ്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ, അതിൽ ശരിയായതാണ് ഉദ്ദേശിക്കുന്നത്, ആശയങ്ങൾ തിരിച്ചറിയുക. ഒന്നാമത്തെ കോഡായി കൊടുത്തിട്ടുള്ളത്, അല്ലെ ഒന്നാമത്തെ എ ആയിട്ട് കൊടുത്തത്, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. 2, താൽക്കാലികവും സമയബന്ധിതവുമായ പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. സി ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി? അതായത് താൽക്കാലികമായും അല്ലെങ്കിൽ താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണ്. അതേപോലെ തന്നെ ഏതാണ്? ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. അപ്പൊ ഏതാണ് ആൻസർ വരിക? ബി ആണ് ആൻസർ ആയി വരിക. 2ഉം 3ഉം എന്താണ്? ശരിയാണ്. ഇനി രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? ഗണതന്ത്ര മണ്ഡപം. ചുവടെ നൽകിയിരിക്കുന്ന തീമുകളിൽ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. അപ്പൊ എന്താണ് 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിട്ടുള്ള തീമുകള് ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയതാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? അപ്പൊ ശരിയായ കൊടുത്തിട്ടുള്ള ജോഡിയാണ് നമ്മൾ എഴുതേണ്ടത്. ഏതൊക്കെയാണ്? എ കൊടുത്ത് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ബി ചലം, ചിനാബ്, കോസി, ബിയാസ്, സത്ലജ്. സി ചലം, ചിനാബ്, രവി, തിസ്ത, സത്ലജ്. ഡി ചലം, സോൺ, രവി, ബിയാസ്, സത്ലജ്. ഏതാണ് വരിക? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് അല്ലെ? ഇനി അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? നവംബർ മധ്യം. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, കോട്ടോണോപോളിസ് എന്നു വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം? കൽക്കട്ട, ഡൽഹി, ഹൈദരാബാദ്, മുംബൈ. ഏതാണ്? മുംബൈ ആണ് കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ, 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ്. ബി ഓപ്ഷൻ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കലെ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ. ഇതിലേതാണ് വരിക? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല.
ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഏതെല്ലാം നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചത്. ഓപ്ഷൻസ് ആയി നൽകിയത്: എ ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത. ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സി ഡൽഹി, അഹമ്മദാബാദ്, ചെന്നൈ, കൊൽക്കത്ത. ഡി ഡൽഹി, ഹൈദരാബാദ്, അഹമ്മദാബാദ്, കൊൽക്കത്ത. ഏതാണ് വരിക? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. അടുത്തത് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഈ താലൂക്കുകളാണ് എന്ത് മദിരാശി സംസ്ഥാനത്തിന് വിട്ട് കൊടുത്തത്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. ഏതാണ് ഉൾപ്പെടാത്തത്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഈ നാലെണ്ണത്തിൽ ഏതാണ് ഉൾപ്പെടാത്തത് വരിക? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളത്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഏതാണ്? പറവൂർ. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? പീറ്റ്, ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്. ഏതാണ്? ലിഗ്നൈറ്റ്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. എ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം. ബി VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. സി കുമാരഗുരുദേവൻ സമത്വ സമാജം. ഡി പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ഇതില് ഏതാണ് കൃത്യമായിട്ടല്ലാത്തത്? കുമാരഗുരുദേവൻ സമത്വ സമാജം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ആനി ബസന്റ്. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? അല്ലെങ്കിൽ സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവം. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി? ബഹദൂർ ഷാ രണ്ടാമൻ. 24 ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ബാലഗംഗാധര തിലകൻ,
ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ബാലഗംഗാധര തിലകൻ. അടുത്തത് 25. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? അഭിനീന്ദ്രനാഥ് ടാഗോർ. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം. നീതി ആയോഗ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, GST സമിതി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഏതാണ്? നീതി ആയോഗ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. പോവേർട്ടി ആൻഡ് അൺറൂൾഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? സുരേന്ദ്രനാഥ ബാനർജി, ബദറുദ്ദീൻ തിയബ്ജി, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത. ദാദാഭായ് നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? രാജാറാം മോഹൻ റോയ്. അടുത്തത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? HN ഖുസ്രു, VP മേനോൻ, KM പണിക്കർ, ഫസൽ അലി. ആരാണ്? ഫസൽ അലി. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? 1924, 1931, 1936, 1921. ഏതാണ്? 1936. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അതാണ് 31ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം ഇവയൊന്നുമല്ല. ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങളിൽ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്തത് 32. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ശ്രീലങ്ക. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? VV ഗിരി, ഡോക്ടർ സക്കീർ ഹുസൈൻ, ബാസപ്പ ദാനപ്പ ചെട്ടി, ധ്യാൻ സേൽ സിംഗ്. ആരാണ്? ബാസപ്പ ദാനപ്പ ചെട്ടി. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 51 ക്ലോസ് 1, അനുച്ഛേദം 51 ക്ലോസ് 2, അനുച്ഛേദം 51 ക്ലോസ് 3, അനുച്ഛേദം 51 ക്ലോസ് 4. അനുച്ഛേദം 51 ക്ലോസ് 4. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 73, ആർട്ടിക്കിൾ 97, ആർട്ടിക്കിൾ 116, ആർട്ടിക്കിൾ 70. ആർട്ടിക്കിൾ 97. അടുത്തത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്.
നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാം. അടുത്തത് 37ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷൻ ഘടനയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സെക്രട്ടറി, വിവരാവകാശ കമ്മീഷൻ, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. അപ്പൊ അതിലുള്ള ഒരു ഘടനയാണ് ചോദിക്കുന്നത്. അടുത്ത ഓപ്ഷനായി തന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സെക്രട്ടറി, ധനകാര്യ വിദഗ്ധൻ, നിയമവിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസ്. മൂന്നാമത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. നാലാമത്തേതായി കൊടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, സെക്ഷൻ ഓഫീസർ. ആരാണ് വരിക? 37 മുഖ്യ വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസറാണ് ഒരു വിവരാവകാശ കമ്മീഷൻ ഘടന എന്ന് പറയുന്നത്. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ശ്രീ വി ഹരിനായർ. 39ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാക്ക് റോഡ് ഉദ്ഘാടനം നടന്നത്? NH-66 കാസർഗോഡ് ടു കഴക്കൂട്ടം, NH-66 മുംബൈ ടു ഗോവ, NH-66 ബാംഗ്ലൂർ ടു ചെന്നൈ, NH-66 ഡൽഹി ടു ആഗ്ര. ഏതാണ്? NH-66 മുംബൈ ടു ഗോവ. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ, സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 182 ക്ലോസ് ബി, അനുച്ഛേദം 109 ക്ലോസ് ബി, അനുച്ഛേദം 349 ക്ലോസ് എ, അനുച്ഛേദം 39 ക്ലോസ് ബി. ഏതാണ്? അനുച്ഛേദം 39 ക്ലോസ് ബി. 41ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പള്ളി ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ, ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം? 44, 34, 24, 14. 34. അടുത്തത് 44ാമത്തെ ക്വസ്റ്റ്യൻ, പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ്. വയനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? ഭാരതപ്പുഴ, മഞ്ചേശ്വരം പുഴ, ചന്ദ്രഗിരി പുഴ, ചിറ്റാരിപ്പുഴ. മഞ്ചേശ്വരം പുഴ. 46 അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി? വിശ്വനാഥൻ ആനന്ദ്, സി ബാലകൃഷ്ണൻ, PR ശ്രീജേഷ്, PT ഉഷ. സി ബാലകൃഷ്ണൻ. 47 കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? മലപ്പുറം, കാസർഗോഡ്, പാലക്കാട്, കോഴിക്കോട്. ഏതാണ്? പാലക്കാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? അഗസ്ത്യമല, പൊന്മുടി, ആനമുടി, ഏഴിമല. ഏതാണ്? ആനമുടി. അടുത്തത് 49ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കല്ലട.
അടുത്തത് 50-ാമത്തെ ക്വസ്റ്റ്യൻ. തണ്ണീർമുക്കം ബണ്ട് ഏതു കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? പുന്നമട കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ. ഏതാണ്? വേമ്പനാട്ട് കായൽ. അടുത്തത് 51-ാമത്തെ ക്വസ്റ്റ്യൻ. അയ്യങ്കാളി ജനിച്ച ജില്ല? കൊല്ലം, കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം. അടുത്തത് 52-ാമത്തെ ക്വസ്റ്റ്യൻ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ? മൺറോ, വെല്ലസ്ലി, ഗിഫോർഡ്, കൊനോലി. ഗിഫോർഡ്. 53-ാമത്തെ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 54-ാമത്തെ ക്വസ്റ്റ്യൻ. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26-ന് ജനിച്ച നവോത്ഥാന നായകൻ? മക്തിത്തങ്ങൾ, VT ഭട്ടതിരിപ്പാട്, K കേളപ്പൻ, മമ്പുറം തങ്ങൾ. ആരാണ്? VT ഭട്ടതിരിപ്പാട്. 55-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത്? വൈക്കം സത്യാഗ്രഹം, ഹരിജൻ ധനസമാഹരണം, പാലിയം സത്യാഗ്രഹം, നിസ്സഹരണ സമരം പ്രചാരണാർത്ഥം. ഏതാണ്? പാലിയം സത്യാഗ്രഹം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920-ൽ മഞ്ചേരിയിൽ നടന്നത്? 56-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എത്രാമത്തെയാണ്? 5-ാമത്തെ. അടുത്തത് 57-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഡോക്ടർ പൽപ്പു അയ്യങ്കാളി, അതേപോലെ അടുത്ത കൊടുത്ത് അയ്യങ്കാളി പണ്ഡിറ്റ് കറുപ്പൻ, അടുത്തത് GP പിള്ള, C കൃഷ്ണൻ, അടുത്തത് ചട്ടമ്പിസ്വാമി വാഗ്ബടാനന്ദൻ. ആരാണ്? ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. അടുത്തത് 57-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? മൊറാഴ സമരം, കയ്യൂർ സമരം, കരിവള്ളൂർ സമരം, അതേപോലെ പുന്നപ്ര വയലാർ സമരം. ഏതാണ്? കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം കയ്യൂർ സമരം. അടുത്തത് 59-ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? AV കുട്ടിമാളു അമ്മ, ആനി മസ്ക്രീൻ, അക്കമ്മ ചെറിയാൻ. ഇവർ ആരുമല്ല. AV കുട്ടിമാളു അമ്മ. 60-ാമത്തെ ക്വസ്റ്റ്യൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതാര്? കുമാരഗുരുദേവൻ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ചട്ടമ്പി സ്വാമികൾ, പണ്ഡിറ്റ് KP കറുപ്പൻ. കുമാരഗുരുദേവൻ. 61-ാമത്തെ ക്വസ്റ്റ്യൻ. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാക്കുന്നു, ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല, ഹൃദയസ്പന്ദനം നിലയ്ക്കുന്നു, ഓർമ്മയ്ക്ക് തകരാറ് സംഭവിക്കുന്നു. ഏതാണ്? ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. അടുത്തത് 62-ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി കണ്ടെത്തുക. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു? വാൾട്ടർ G റോസൻ. അടുത്ത സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജോൺ റേ. അടുത്തത് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു? അരിസ്റ്റോട്ടിൽ. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ചരകൻ. ഇതിൽ ഏത് ജോഡി ശരി? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു? വാൾട്ടർ G റോസൻ. അടുത്തത് 63-ാമത്തെ ക്വസ്റ്റ്യൻ. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം പെരിയോസ്റ്റിയം. അടുത്ത 64-ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ജീവകം A, ജീവകം D, ജീവകം C, ജീവകം K. ഏതാണ്? ജീവകം K. അടുത്ത 65-ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ, ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ഫംഗസ്, വൈറസ്, ബാക്ടീരിയ, പാരസൈറ്റ്. ഏതാണ്? വൈറസ്. 67ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23ന്റെ പ്രാധാന്യം. ലോക പരിസ്ഥിതി ദിനം, ലോക കണ്ടൽ ദിനം, ലോക ജലദിനം, ലോക കടലാമ ദിനം. ഇതാണ് കൊടുത്തത്. ഈ 67ാമത്തെ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമിത്രം, വയോമധുരം, മന്ദഹാസം, വയോ അമൃതം. വയോമധുരം. 69, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം. വയനാട്, കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ. തിരുവനന്തപുരം. അടുത്തത് 70ാമത്തെ ക്വസ്റ്റ്യൻ, കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? കണ്ണ്, ഹൃദയം, മസ്തിഷ്കം, ചെവി. ഹൃദയം. 71, ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഗരം, ദ്രാവകം, വാതകം, മർദ്ദം. ഗരം, ദ്രാവകം, വാതകം, ശൂന്യത. ഏതാണ്? ഗരം. അടുത്തത് 72ാമത്തെ ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. പവർ, ഊർജം, ബലം, മർദ്ദം. ഊർജം. അടുത്ത 73ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? താപഫലം, രാസഫലം, കാന്തികഫലം, പ്രകാശഫലം. രാസഫലം. 74ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 8.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 3.26 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എത്രയാണ്? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത 75ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചതാര്? JJ തോംസൺ, ജെയിംസ് ചാഡ്വിക്, റൂദർഫോർഡ്, ഗോൾഡ് സ്റ്റൈൻ. ആരാണ്? JJ തോംസൺ. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ, ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം ഏത്? വൈദ്യുതോർജം ശബ്ദോർജമാകുന്നു, വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു, ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു, വൈദ്യുതോർജം താപോർജമായി മാറുന്നു. ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. അടുത്തത് 77ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവുകൾ കണ്ടെത്തുക. ദൂരം, വേഗം, പ്രവേഗം, സമയം. പ്രവേഗം. 78, ഭക്ഷ്യ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ടാർട്രസിൻ, ഇൻഡിഗോ, കാർമൈൻ, എരിത്രോസിൻ, വാനിലിൻ. ടാർട്രസിൻ. അടുത്തത് 79ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? അലൂമിനിയം, സിങ്ക്, ഇരുമ്പ്, കോപ്പർ. സിങ്ക്. അടുത്തത് 80ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? കാൽസ്യം, കാഡ്മിയം, പൊട്ടാസ്യം, സോഡിയം. ഏതാണ്? പൊട്ടാസ്യം. അടുത്തത് 81ാമത്തെ ക്വസ്റ്റ്യൻ, 3 ഗുണിക്കണം 2 ഹരിക്കണം 2 -4 + 5 × 2. ഇതിന്റെ ആൻസർ ആണ് ചോദിക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ A.
മാത്സിൻ്റെയൊക്കെ നമ്മൾ മാത്സിൻ്റെതും കൂടെ ഡിസ്കസ് ചെയ്ത്, അതായത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേക്ക് വലിയ ലെങ്ത് ഉള്ള വീഡിയോ ആവും. അതുകൊണ്ടാണ് മാത്സിൻ്റെ ഓപ്ഷൻസ് മാത്രം, കറക്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലുള്ള മാത്സിൻ്റെ ഭാഗം മാത്രം എടുത്ത് ആ ആൻസർ കിട്ടുന്ന രീതി, അല്ല ആ വഴി, ആ എക്സ്പ്ലനേഷനും കൂടെ കൊടുത്തിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ആൻസർ വന്നതെന്നുള്ള ആ സ്റ്റെപ്പൊക്കെ കൊടുത്ത് വിശദീകരിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോന്റെ ലെങ്ത് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾക്ക് മുഷിയും. അതുകൊണ്ടാണ് അപ്പം നമ്മൾ വേറെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് അത് എക്സ്പ്ലനേഷൻ അടക്കം പറയുന്നതായിരിക്കും. മാത്സിന് മാത്രമായിട്ട് നമ്മൾ വീഡിയോ വേറെ നൽകും, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ള. ഇതിന്റെ നേരെ ആൻസർ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. അടുത്തത് 82ാമത്തെ ക്വസ്റ്റ്യൻ. 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 5/7 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് 83ാമത്തെ ക്വസ്റ്റ്യൻ. √0.01 ഇൻറ്റു √0.0025 ഈക്വൽ ടു എത്രയാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക, അതായത് 0.005. അടുത്ത 84ാമത്തെ ക്വസ്റ്റ്യൻ. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? ആൻസർ 725 ആണ് വരിക. അടുത്ത 85ാമത്തെ ക്വസ്റ്റ്യൻ. 122 ഗുണിക്കണം 41 ഈക്വൽ ടു 5002 ആയാൽ 1.22 ഇൻറ്റു 41 എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എത്രയായിരിക്കും? 50.02. 86ാമത്തെ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ. 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? 9000. അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ. -1/3, -2/9, -4/3 എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? ആൻസർ ഏതാ? -4/3, -1/3, -2/9 എന്നാണ് ആരോഹണ ക്രമത്തിൽ എഴുതുന്നത്. 89ാമത്തെ ക്വസ്റ്റ്യൻ. 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? 25%. അടുത്ത 90ാമത്തെ ക്വസ്റ്റ്യൻ. 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30 സെക്കൻഡ്, 36 സെക്കൻഡ്, 48 സെക്കൻഡ് എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ്? 12 മിനിറ്റിന് ശേഷം. 91. 4/3 ഹരിക്കണം 4 പ്ലസ് 2/3 വില കാണുക. 4/3 ഡിവൈഡഡ് ബൈ 4/3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2/3 വില കാണുക എന്നാ പറഞ്ഞത്. എത്രയാണ് ആൻസർ വരിക? 1 ആണ് ആൻസർ വരിക. 92. മയൂക ഒരു വരിയിൽ പിന്നിൽ നിന്നും 15ാമതും മുന്നിൽ നിന്ന് 16ാമതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേർ ഉണ്ട്? 30 പേര്. അടുത്തത് 93. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 4, 10, 28, 82. 244. അടുത്തത് 94ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത്? ജില്ല, സംസ്ഥാനം, പഞ്ചായത്ത്, വീട്ടുനമ്പർ. വീട്ടുനമ്പർ, സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്. സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ടുനമ്പർ. പഞ്ചായത്ത്, വീട്ടുനമ്പർ, സംസ്ഥാനം, ജില്ല. ഇതൊക്കെ മെന്റൽ എബിലിറ്റിന്റെ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ മാത്സ് മെന്റൽ എബിലിറ്റിയും കൂടെ
ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയേ. അപ്പോൾ ഏതാണ് വരിക? സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ടു നമ്പർ. അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ, ഓസ്കാർ സിനിമ. അപ്പം ബുക്കർ, അതിന് യോജിച്ച ഏതാ? സാഹിത്യമുണ്ട്, സാമൂഹ്യ പ്രവർത്തനം, സ്പോർട്സ്, ശാസ്ത്രം. ഏതാണ്? സാഹിത്യം. അടുത്ത 96ാമത്തെ ക്വസ്റ്റ്യൻ, 10 സ്ക്വയർ ഈസ് ടു 100. അതേപോലെ 100 സ്ക്വയർ ഈസ് ടു എത്രയായിരിക്കും വരിക? 10,000. അടുത്ത 97ാമത്തെ ക്വസ്റ്റ്യൻ, വ്യത്യസ്തമായത് ഏത്? ചതുരം, ത്രികോണം, സാമാന്തരികം, ലംബകം. ത്രികോണം. അടുത്ത 98ാമത്തെ ക്വസ്റ്റ്യൻ, മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 30. 99ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിലെ അടുത്തതേത്? CXB, EVD, GTF. അപ്പൊ അടുത്തത് ഏതാണ് വരിക? IRH. അടുത്തത് 100ാമത്തെ ക്വസ്റ്റ്യൻ, 7.5 ക്ലോസ് ബ്രാക്കറ്റ്, പിന്നെ ഉള്ളിൽ ഒരു ഓപ്പൺ ബ്രാക്കറ്റ്, 22.36 പ്ലസ് 27.64 ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, മൈനസ് ഓപ്പൺ ബ്രാക്കറ്റ് 36.57 പ്ലസ് 3.43 ഈക്വൽ ടു എത്രയാണെന്ന് ചോദിക്കുന്നത്. ആൻസർ എത്രയാ? 75. അപ്പം ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ മാത്സിൻ്റെയും മെൻ്റൽ എബിലിറ്റീൻ്റെതും വിശദീകരിച്ചിട്ട് മറ്റൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ടൊന്ന് നല്ല ബന്ധങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇത് വരിക. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതും പഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ. താങ്ക് യു.